ഇവിടെ ആരുമില്ലേ? ശൂന്യം. ഇതെന്തൊരു കൊട്ടാരം! വെല്ലുമില്ല, പുല്ലുമില്ല. ഒരു മണിയെങ്കിലും വാങ്ങിച്ച് കെട്ടിക്കൂടെ? അയ്യോ അയ്യോ, എന്താടാ ഇത്? കഥവ് ചവിട്ടി പൊളിക്കുകയാണോ? ഞാൻ ചവിട്ടിയില്ല, ഇടിച്ചേ ഉള്ളൂ. നിനക്ക് ഇടിച്ചു പൊളിക്കാനാണ് കഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ആരാ? എന്താ വേണ്ടത്? എനിക്ക് റിസീവർ സാറിനെ ഒന്ന് കാണണമായിരുന്നു. ഇതേ കൊട്ടാരമാണ്, ഓഫീസ് അവിടെയാ. അല്ല, ഈ തമ്പുരാട്ടിയാണോ? അല്ല, ജോലിക്കാരി. വിഷ്ണു, ആ, താൻ എവിടെയാ സംഗീതം പഠിച്ചേ? തൃപ്പൂണിത്തറ. ഏ അല്ല, പാലക്കാട്. എവിടെ നിങ്ങൾ തീർത്തു പറയടൂ. രണ്ടിടത്തും പഠിച്ചിട്ടുണ്ട്. ആ ജാനുവമ്മേ, തമിഴ്നാട്ടിൽ കുളി കഴിഞ്ഞാ ഹാളിലേക്ക് വരാൻ പറ. ഒരു പാട്ടുപാതര് വന്നിട്ടുണ്ട്. ആ ഡാൻസറോട് വിളിച്ചോ. ആ രാവിലെ മൂക്ക് മുട്ട തിന്നേച്ച് കിടന്ന് ഉറങ്ങുക. ഡാൻസറെ, ഒരു പാട്ടുവാദ്യർ വന്നിരിക്കുന്നു, അതിനെ ഇന്റർവ്യൂ ചെയ്യാൻ. ഓ, പാട്ടുവാദ്യർ വന്നു. കലാകാരൻ താമസിക്കുന്ന മുറിയിൽ ഉണക്ക ഇംഗ്ലീഷ് വാദ്യർ എന്തിനു വന്നു ചോദിക്കാനും അതങ്ങ് നേരിട്ട് ചോദിച്ചാ മതി. രാവിലെ എന്നെ കൊണ്ട് തന്തയ്ക്ക് വിളിപ്പിക്കുന്നത്. ബ്ലഡി ഫൂൾ റാസ്കൽ. എന്താടാ നോക്കുന്നത് ഡെഡി ഡാൻസർ? തന്റെ ഭാഷയിൽ സംസാരിക്കാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ കലാമണ്ഡലത്തിന്റെ സൃഷ്ടിയായതുകൊണ്ട്. എന്താടാ ഇളിക്കുന്നത്? അല്ല, ഈ കലാമണ്ഡലത്തിൽ സൈക്കിൾ യജ്ഞം പഠിപ്പിക്കുന്നുണ്ടോ? സൈക്കിൾ യജ്ഞത്തിനും സർപ്പ യജ്ഞത്തിനും ഡാൻസ് കളിച്ചിരുന്ന തെരുവ് കൂത്താടി ഐ ആം എ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്. യു മൈൻഡ് ഇറ്റ്? അന്നദാതാവായ പൊന്നുതമ്പുരാന്റെ തൃക്കൈയിൽ നിന്നും പട്ടും വളയും വീരശൃംഖലയും നാട്യ തിലകോത്തമൻ എന്ന ബഹുമതിയും രണ്ട് കൈയും നീട്ടി മേടിച്ച അതുല്യനായ കലാകാരനാണടാ ഞാൻ. അല്ല, നിന്നെ പോലെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി മാത്രം 5ാം ക്ലാസ് വരെ പഠിച്ചവനല്ല ഈ ഞാൻ. തളാങ്കു തരികട തോം. പാട്ടുവാദ്യാർ, എന്താ തന്റെ പേര്? വിഷ്ണു. കൈതത്ര താഴത്ത് വിഷ്ണു നാരായണൻ. കേട്ടപ്പോഴേ മനസ്സിലായി. ഐ ആം നാട്യതിലകോത്തമൻ, നടനം നാണു. ഈ കൊട്ടാരത്തിലെ ആസ്ഥാന ഡാൻസറാണ്. ഭാഗവതനാണെന്നല്ലേ പറഞ്ഞത്? അതെ. 16,008 രാഗങ്ങളും സ്വായത്തമാണോ? അയ്യോ സാർ, ഈ 16,008 അതൊക്കെ മനുഷ്യസാധ്യമാണോ? ഒരു 10-30 എണ്ണം നല്ലോണം അറിയാം. ബാക്കിയൊക്കെ തിയററ്റിക്കലായിട്ട് 16,008 രാഗങ്ങളിൽ 30 എണ്ണം അറിയാമെന്ന് നാട്യതിലകവും ഗാനഭൂഷണവും ഒരുമിച്ച് പാസ്സായ ഞാൻ ഇവിടെ ഉള്ളപ്പോ അല്പജ്ഞാനിയായ ഇവനെ ഇവിടെ ആവശ്യമുണ്ടോ? ഉണ്ടല്ലോ. ഇയാൾ 2 മാസം തമ്പുരാട്ടിയെ സംഗീതം പഠിപ്പിച്ചിട്ട് തമ്പുരാട്ടി വാതുറന്നാൽ വെള്ളിയെ വീഴൂ. Silver is falling. That is silver. നിർത്തണേ. താൻ പാടം വന്ന പാടിച്ചു. തമ്പുരാട്ടി പോരും. She's on the way. നമോ വാഗം. ഇല്ല ജാനുവമ്മേ, അത്ര ക്ഷീണമുണ്ടോ? ഉണ്ട്. നിങ്ങൾ ഓട്ടക്കുറവാന്ന് കൂടി കൂട്ടിക്കോളൂ. സുധാരൻ വന്ന് കാണുമ്പോഴേ അവൻ എന്നോടെ പിണങ്ങൂ. മോളുടെ കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധയവന്. ആ സുധാകരനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാ ഒരു കാര്യം ഓർത്തത്. അവനിപ്പോ എവിടെയാണെന്ന് അറിയാവോ? അറിയില്ല. അയ്യോ, നിങ്ങളോടല്ല പറഞ്ഞത്. അവന്റെ കത്തുണ്ടായിരുന്നു. അവൻ മൂകാംബിയിൽ ഭജന വിരിക്കുക. ജാനുവമ്മ ഇപ്പൊ എന്തെങ്കിലും കാണിച്ചായിരുന്നോ? ഇല്ല. കാണിക്കണോ? വേണ്ട. ഭജന വിരിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന് അറിയാവോ? അതല്ലേ അതിന്റെ രസം. മോക്ക് വേണ്ടി. എനിക്ക് വേണ്ടിയോ? ആ, 2-3 മാസം കൂടി കഴിയുമ്പോ മോള് മേജറാകുകയല്ലേ. സ്വന്തമായിട്ട് ജീവിതമൊക്കെ തുടങ്ങുമ്പോ ആത്മമൂലം കൊടുക്കണേന്ന് ദേവോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞത്. മോളെ കൂടി കൊണ്ടുപോകണമെന്ന് അവനുണ്ടായിരുന്നു. 2-3 മാസം കൂടി കഴിയുമ്പോ നിങ്ങൾക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാമല്ലോ, അല്ലേ?
ആ പ്രസാദം കുങ്കുമം ഒക്കെ അവൻ കൊണ്ടുവരും. അയ്യോ മോളെന്താന്ന് കഴിക്കാത്ത? എനിക്ക് വിശപ്പില്ല. അയ്യോ അത് പറഞ്ഞാൽ പറ്റത്തില്ല. മോളെ ഒരു ഇഡലി കഴിക്കേ. മോളെ ഒരു ഒറ്റ ഇഡലി. മോളെ മോളെ മോളെന്തിനാ വിഷമിക്കുന്നത്? ഇത് മോളുടെ കൊട്ടാരം. മോക്ക് ഇഷ്ടമല്ലാത്തവരെ വരണ്ടാന്ന് പറയണം. ഞാനത് എങ്ങനെയാ അങ്കിളിനോട് പറയാ? സുധാകരന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് പേടിയാ. ആരാടാ ഇവൻ? ഭക്തകുചേലനോ അതോ ഭക്ത മാർക്കണ്ഡേയനോ? സന്തോഷമായോ? കൂടുതൽ വല്ലതും വേണോ? വേണ്ട, നന്നായി വരട്ടെ. അയ്യോ തളാങ്കു തരികിടതോ, ഇത് സുധാകരനല്ലേ? സുധാര, ഇതെന്ത് കോലം? നിനക്കിതെന്ത് പറ്റി? ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ മൂകാംബികയിൽ ഭജനം ഇരിക്കുകയായിരുന്നു. നീയോ? ആ, എന്തരിന്? ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പൊ ഇതിനു മുമ്പ് പ്രവേശിച്ചതൊക്കെയോ? ഓ, അത് വല്ലതൊരു പ്രവേശനമാണോടോ നടനം? ഇനിയല്ലേ ശരിയായ പ്രവേശനം. ആഹാ. ആ, ആ. ഞാൻ ലക്ഷ്മിയെ അച്ഛനൊക്കെ ഒന്ന് കാണട്ടെ. പ്രസാദം തരാൻ കേട്ടോ. ജയ് മൂകാംബികേ. 3 മാസം കൂടിയേ ഉള്ളൂ തമ്പുരാട്ടി മേജറാകാൻ. ഗൃഹസ്ഥാശ്രമികൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. എന്റെ കാര്യം തളാങ്ക് തരികിടതോ. വൃത്തികെട്ടവൻ. അച്ഛാ, നീ വരുന്ന വണ്ടി കൃത്യമായിട്ടൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ജയ് മൂകാംബികേ. ഇങ്ങനെ വിളിക്കുന്ന പോലെ വിളിക്കാടാ, വല്ലവരും കേക്കും. ജയ് മൂകാംബിക. ജയ് മൂകാംബിക. ആ, ആരാണ്ട് വരുന്നുണ്ടാ. എന്റെ ഗുരുവായൂരപ്പ. ജയ് മൂകാംബിക. ലക്ഷ്മി എവിടെ ജാനു അമ്മേ? ഞാൻ വന്നെന്ന് പറയൂ. പറയാം. ആ, നീ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, കുളിക്കാനൊക്കെ മറ്റോ ചെയ്യേ. ഓ, രാവിലെ ഹോട്ടലിൽ നിന്ന് കുളിയുന്നതിനെ കഴിഞ്ഞാ ഈ കോലം കിട്ടിയത്. അല്പം ഓവറാണ് മോനെ നിന്റെ ഈ കോലം. അച്ഛാ, ഒരു സൈസ് മറ്റേ വർത്താനം പറഞ്ഞാണല്ലോ. തന്തയാണെന്ന് ഞാൻ വിചാരിക്കല. ഡാ, ഓ, മനുഷ്യനെ പിടിച്ചോ കോലം കെട്ടിച്ചിട്ട്. നിർത്ത്, വല്ലവരും കേക്കും. നീ ആ പെണ്ണിന്റെ റൂമിലേക്ക് ചെല്ലേ. ആ, കുഞ്ഞേ, ആ ജന്തു വന്നിട്ടുണ്ട്. ആര്? സുധാകരനാ? ആ. എന്റെ ജാനുമ്മേ, എനിക്ക് വയ്യ. എങ്ങനെ ഒന്ന് ഒഴിവാക്കുന്നേ? അവൻ വന്നേച്ച് പൊയ്ക്കോളൂ. കള്ളൻ മൂവാമ്പിന്നുള്ള വരവാ. വന്നാ പോകത്തില്ല. അതും ഇതൊക്കെ പറഞ്ഞിരിക്കും. അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ആ വിഷ്ണുവിനെ ഇങ്ങോട്ട് വിളിക്കാം. പാട്ട് പഠിക്കാനുണ്ടെന്ന് പറയാം. തൽക്കാലത്തേക്ക് ഒഴിയല്ലോ, ബാക്കിയുള്ളത് പിന്നെ നോക്കാം. ആ, വേഗം വിളിപ്പിക്കാം. പായസം ഞാൻ പിന്നെ കഴിച്ചോളാം. മൂകാംബികല്ലേ? ഞാനും പിന്നെ കഴിച്ചോളാം. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ഇപ്പൊ വരാം. ഇരിക്കൂ സുധിയേട്ടാ, ഇരിക്കൂ. എന്താ വിളിച്ചത്? സുധിയേട്ടൻ. ആശ്വാസമായി. കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോ എന്നെ എന്താണ് വിളിച്ചതെന്ന് ഓർമ്മയുണ്ടോ ലക്ഷ്മിക്ക്? ഇറങ്ങടാ പട്ടി ഇവിടുന്ന്. ലക്ഷ്മി, ലക്ഷ്മി പ്ലീസ് ശബ്ദം ഉണ്ടാക്കരുത്. മിണ്ടി പോരുത്. എടാ, ജനമേ, ഐ എം സോറി. മാറാ അങ്ങോട്ട്. കുഞ്ഞേ, ജാനുമ്മ, ഇവൻ എന്നെ. ജനമേ, ഞാനൊരു കളിതമാശ കാണിച്ചതല്ലേ. എടാ, ഇരുട്ടുവാക്കിന് കൊച്ചു പെമ്പിള്ളേരെ മുറി കയറി അവരുടെ തുണി വലിച്ച് കീറുന്നാണോ നിന്റെ കളി തമാശ? നിന്നെ ഇന്ന് ഞാൻ
ലക്ഷ്മി അതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല. സുധിയേട്ടനോ? ഞാനത് അപ്പോഴേ മറന്നു. ലക്ഷ്മി മറന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെ അല്ലേ? അതേന്നേ. ഓ അത് മതി. മൂകാംബികയിൽ ഭജന ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരു ദർശനം ഉണ്ടായി. ലക്ഷ്മി എല്ലാം എന്നോട് ക്ഷമിച്ചെന്ന്. ലക്ഷ്മിയോട് ക്ഷമ ചോദിക്കുന്ന പോലെയാ ഞാൻ അവിടെ ചെന്ന് ദേവിയോട് ചോദിച്ചത്. ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും എല്ലാം കൂടിയതാണല്ലോ മൂകാംബിക. ആ നമ്മൾ ഒരുമിച്ച് ഇനി എവിടെയൊക്കെ പോകേണ്ടതല്ലേ? അതെന്തിനാ? അതൊക്കെ ഉണ്ട്. ആ അവിടുത്തെ ഒരു ചടങ്ങ് എങ്ങനെയാന്ന് ചോദിച്ചാല്, രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് സൗപർണിയിൽ പോയി കുളിച്ച് അമ്പലത്തിൽ നടയിലോട്ട് വന്ന് കണ്ണു അടച്ച ഒറ്റ ഇരുപ്പാ. മനസ്സിൽ ദേവി, അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ എന്ന അക്ഷരലക്ഷങ്ങൾ ജപിക്കും. അങ്ങനെ ജപിച്ച് ജപിച്ച് അങ്ങ് പരബ്രഹ്മത്തിൽ ലയിക്കും. പക്ഷേ ഇടയ്ക്ക് മനസ്സൊന്ന് ചഞ്ചലപ്പെട്ട് കേട്ടോ. ചില സമയത്ത് സരസ്വതിയുടെയും പാർവതിയുടെയും ഭാവങ്ങൾ അങ്ങോട്ട് മാറിയിട്ട് ലക്ഷ്മി ദേവി മാത്രം മുന്നിൽ വരും. പിന്നെ ആ ലക്ഷ്മിക്ക് രൂപം ഉണ്ടാകും. ആ രൂപം ഈ ലക്ഷ്മിയുടെ തന്നാരടോ? അയ്യോ, പറയാൻ മറന്നു. ഇതെന്റെ പാട്ട് സാറാ. വിഷ്ണു. വിഷ്ണു വിഷ്ണു, ഇത് അങ്കിളിന്റെ മകനാ, സുധിയേട്ടൻ. അറിയാം, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. തനിക്ക് എങ്ങനെ എന്നെ അറിയാം? നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാ ഞാനല്ല, വേറെ ഏതെങ്കിലും ആയിരിക്കും. അല്ല, അത് സാറ് തന്നെയാ. എന്റെ മുമ്പിലുണ്ട്. അല്ല, അന്നാ കാറില് എവിടെ വെച്ച? കാറിന്റെ അകത്ത് വെച്ച്. ഏത് കാറില്? സാറെന്നാ മൂവാമ്പി ഒന്നില്ലായിരുന്നോ? അന്ന് തൊഴാൻ വന്നോ? ആ ശരിയാ. ഞാനേ എന്റെ ഫ്രണ്ടിന്റെ കാറിലാ മൂവാമ്പിയെ പോയത്. ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ സാറിനെ കണ്ടു. അതെ. നിങ്ങളെ പാട്ട് പഠി കുട്ടിയെ പഠി. ഇല്ലില്ല, പാട്ടില്ല. എന്റെ ത്രോട്ട് അത്ര ശരിയല്ല. ഇല്ല പാടി ശരിയായി. പാടുമ്പോ ശരിയാവും. സാറേ, സാറിന്റെ പ്രസാദം. അതെ വേണ്ട, അത് നിങ്ങൾക്ക് കൊള്ളാം. കലാകാരന്മാർക്ക് ത്രോട്ടിന് നല്ല. കടുവയെ പിടിക്കുന്ന കിടുവയോ? താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. ഇതെന്റെ കടമയല്ലേ തമ്പുരാട്ടി? എന്താ അയാള് വിഷ്ണുവിനെ കണ്ട് പേടിച്ചത്? അത് പിന്നെ ഞങ്ങളൊരു വല്ലാത്ത സ്ഥലത്ത് വെച്ചൊന്ന് മീറ്റ് ചെയ്തു. വല്ലാത്ത സ്ഥലോ? അതെ, അങ്ങനെ പറയാൻ കൊള്ളാത്ത സ്ഥലങ്ങളും. പറയാൻ കൊള്ളാത്ത സ്ഥലോ? അതെ, അങ്ങനെ പറയാൻ കൊള്ളാത്ത സ്ഥലങ്ങളും പറയാൻ പാടില്ലാത്ത സംഗതികളൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. തൽക്കാലം തമ്പുരാട്ടി അതറിയണ്ട. ഞാൻ പോയിട്ട് പിന്നെ വരാം.